ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശം വാനോളം ഉയരുമ്പോൾ മൈതാനത്ത് പുറത്ത് മറ്റൊരു രസകരമായ പോരാട്ടത്തിന് ജർമ്മനിയിലെ പ്രമുഖ മൃഗശാല വേദിയാവുകയാണ്. പഴയ പോൾ നീരാളിയുടെ പ്രവചന നാളുകളെ ഓർപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ജർമ്മനി കുറസോവോ മത്സരത്തിന്റെ ഫലം പ്രവചിച്ച് താരക്ക് നാനയും വാൾട്ടർ എന്ന ഒറാങ്ങൂട്ടാനും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ഇരുവരും രണ്ട് വ്യത്യസ്ത ടീമുകളുടെ വിജയമാണ് പ്രവചിച്ചിരിക്കുന്നതെന്നാണ് ആരാധകരിൽ വലിയ കൗതുകമുണർത്തുന്നത്. ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിൽ മൈതാനത്തെ കളിക്കാരെക്കാളും ചിലപ്പോഴൊക്കെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ളത് ഇത്തരം അത്ഭുത പ്രവാചകരായ മൃഗങ്ങളാണ്. 2026 ലോകകപ്പിലെ ആവേശം അതിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോൾ ഫുട്ബോൾ പ്രേമികളെ ഒരു പതിറ്റാണ്ടിലധികം പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ജർമ്മനിയിൽ നിന്നുള്ള ഈ പുതിയ വാർത്ത. ഫുട്ബോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ജനപ്രിയനായ പ്രവാചകൻ മറ്റാരുമല്ല, അത് പോൾ നീരാളി തന്നെയാണ്. 2010 ഫിഫ ലോകകപ്പ് കാലഘട്ടത്തിലാണ് പോൾ നീരാളി ആഗോളതലത്തിൽ തരംഗമായി മാറിയത്. മുന്നിൽ വെക്കുന്ന രണ്ട് വ്യത്യസ്ത പെട്ടികളിൽ ടീമുകളുടെ കൊടികൾ പതിപ്പിച്ച് ഭക്ഷണം നൽകുകയും അതിൽ നീരാളി ആദ്യം തിരഞ്ഞെടുക്കുന്ന പെട്ടി ഏതാണോ ആ ടീം ജയിക്കുകയും എന്നതുമായിരുന്നു രീതി. 2008 യൂറോ കപ്പിൽ ജർമ്മനിയുടെ ഭൂരിഭാഗം മത്സരങ്ങളിലും 2010 ലോകകപ്പിൽ ജർമ്മനി കളിച്ച എല്ലാ മത്സരങ്ങളിലെയും ഫലങ്ങൾ പോൾ കൃത്യമായി പ്രവചിച്ചിരുന്നു. ഫൈനലിൽ സ്പെയിൻ ഹോളണ്ടിനെ തോൽപ്പിച്ച് കപ്പടിക്കുമെന്ന പോളിന്റെ പ്രവചനവും അക്ഷരം പ്രതി ശരിയായി മാറിയിരുന്നു. പോൾ നീരാളി ഉണ്ടാക്കിയ പഴയ ആവേശം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജർമ്മനിയിലെ പ്രശസ്തമായ ഒരു മൃഗശാല ഇത്തവണ രണ്ട് പുതിയ പ്രവചകരെ രംഗത്തെത്തിയിരിക്കുന്നത്. ജർമ്മനിയിലെ കൊളോൺ മൃഗശാലയിലെ ജീവനക്കാരാണ് ഈ രസകരമായ പരീക്ഷണത്തിന് പിന്നിൽ. മൃഗശാലയിലെ സന്ദർശകരുടെ പ്രിയ താരങ്ങളായ താരക് എന്ന ഏഷ്യൻ ആനയും വാൾട്ടർ എന്ന ഉറാങ്ങുട്ടാനെയുമാണ് ഇവർ ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ രണ്ട് മൃഗങ്ങളുടെയും പ്രത്യേക കഴിവുകൾ തിരിച്ചറിഞ്ഞാണ് ജീവനക്കാർ ഇവരെ ലോകകപ്പ് ഫലങ്ങൾ പ്രവചിക്കാൻ നിയോഗിച്ചത്. കൂടാതെ ഏഷ്യൻ ആനയായ താരക്കിന് പൊതുവെ ഫുട്ബോളുകളോട് വലിയൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ പന്തുകൾ നൽകിയുള്ള പ്രവചന രീതിയാണ് താരക്കിനായി ഒരുക്കിയത്. അതേസമയം ഉറാങ്ങൂട്ടാനായ വാൾട്ടർ അതീവ ബുദ്ധിമാനാണ്. പോൾ നീരാളിയുടെ അതേ മാതൃകയിൽ ഭക്ഷണപ്പെട്ടികൾ നൽകിയാണ് വാൾട്ടറെ കൊണ്ട് ഫലം പ്രവചിപ്പിക്കുന്നത്. എന്നാൽ വരാനിരിക്കുന്ന ജർമ്മനിയുടെ മത്സരത്തിൽ ഇരുവരും രണ്ട് വ്യത്യസ്ത ടീമുകളുടെ വിജയം പ്രവചിച്ചതാണ് ഇപ്പോൾ കായിക ലോകത്ത് വലിയ ചർച്ചയായിരിക്കുന്നത്. 2026 ഫിഫ ലോകകപ്പിലെ ജർമ്മനിയുടെ ആദ്യ പോരാട്ടത്തിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കായിക ലോകത്ത് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം കൊളോൺ മൃഗശാലയിലെ രണ്ട് വിചിത്ര പ്രവാചകരാണ്. സാധാരണയായി പ്രവചനങ്ങളിൽ മൃഗങ്ങൾ ഒരേ ടീമിനെ പിന്തുണയ്ക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ കഥയാകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ആനകളുടെ കൂടാരത്തിൽ ജർമ്മൻ ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന പ്രവചനമാണ് ഉണ്ടായത്. ഏഷ്യൻ ആനയായ താരക്കിന് മുന്നിലേക്ക് ഇരു രാജ്യങ്ങളുടെയും കൊടികൾ പതിപ്പിച്ച പന്തുകളാണ് മൃഗശാലയിലെ ജീവനക്കാർ നൽകിയത്. പന്തുകളോട് കടുത്ത താല്പര്യമുള്ള താരക് ഒട്ടും മടിച്ചു നിൽക്കാതെ ജർമ്മനിയുടെ പന്ത് ചവിട്ടി പൊട്ടിച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം ജർമ്മൻ പടയ്ക്കൊപ്പം വിജയം പ്രവചിക്കുകയായിരുന്നു. അതോടെ ആതിഥേയർക്ക് കൂടുതൽ ആത്മവിശ്വാസമായി എന്ന് ജീവനക്കാർ ചിരിയോടെ പങ്കുവയ്ക്കുന്നു. എന്നാൽ തൊട്ടടുത്ത കൂടാരത്തിലെ അതീവ ബുദ്ധിമാനായ ഉറാങ്ങൂട്ടാന്റെ പ്രവചനം ജർമ്മൻ ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. വാൾട്ടർ എന്ന ഉറാങ്ങൂട്ടാന്റെ മുന്നിൽ ജീവനക്കാർ വെച്ച ഭക്ഷണം നിറച്ച രണ്ട് വ്യത്യസ്ത പെട്ടികളായിരുന്നു. ഒട്ടും തിടുക്കം കൂടാതെ രണ്ട് പെട്ടികളും ആഴത്തിൽ പരിശോധിച്ച ശേഷം വാൾട്ടർ ഭക്ഷണം എടുത്തത് കുറുസോവയുടെ കൊടി പതിപ്പിച്ച പെട്ടിയിൽ നിന്നാണ്. അതുകൊണ്ട് ഈ കളിയിൽ അട്ടിമറി നടക്കുമെന്നും ജയം കുറുസോവയ്ക്കൊപ്പമായിരിക്കുമെന്നാണ് വാൾട്ടറുടെ പ്രവചനം. രണ്ടുപേരും രണ്ട് തട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രവചനം നടത്തിയതോടെ ഫുട്ബോൾ പ്രേമികൾക്കിടയിലും കടുത്ത വാദപ്രതിവാദങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരു വശത്ത് ആനയുടെ കരുത്തും മറുവശത്ത് ഉറാങ്ങൂട്ടാന്റെ ബുദ്ധിയും തമ്മിലുള്ള മത്സരമായി കൂടിയാണ് ഇതിനെ ഇപ്പോൾ ആരാധകർ കാണുന്നത്. പണ്ട് പോൾ നീരാളി ഉണ്ടാക്കിയതുപോലെയുള്ള 100% കൃത്യതയുള്ള ഒരു പ്രവചന ചരിത്രം ഇവരാരെങ്കിലും ഇത്തവണ ആവർത്തിക്കുമോ എന്നാണ് കായിക ലോകം ഉറ്റുനോക്കുന്നത്. ഹൂസ്റ്റണിലെ NRG സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആരാധകർ കാത്തിരിക്കുന്ന ഈ ആവേശ പോരാട്ടം നടക്കുന്നത്. താരക്കിന്റെ പ്രവചനമാണോ അതോ വാൾട്ടറിന്റെ പ്രവചനമാണോ ഗ്രൗണ്ടിൽ ഫലിക്കുക എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം മതിയെന്നാണ് കായിക പ്രേമികൾ പറയുന്നത്. ആരുടെ പ്രവചനമാണ് ശരിയാകുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.